ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ബൈബിൾ സ്റ്റഡിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം, ദ ബുക്ക് ഓഫ് ജെർമിയ, ചാപ്റ്റർ 7. യിരെമ്യാ 7-ാം അധ്യായത്തിൽ നാം കാണുന്നത് ഓരോ ഘട്ടമായി ദൈവം യിരെമ്യാവിനോട് ഇസ്രായേൽ ജനത ദൈവത്തെ കോപിപ്പിക്കുകയും ദൈവത്തിന് വിരുദ്ധമായി ചെയ്യുന്ന പ്രവണതകൾ കുറ്റവിചാരണ നടത്തി കുറ്റം ബോധിപ്പിക്കുന്നത് പോലെ യിരെമ്യാവിനെ ദൈവം പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ട് അത് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആവശ്യപ്പെടുന്ന അധ്യായമാണിത്. വേഴ്സ് 1 and 2. യഹോവയായ ദൈവം യിരെമ്യാവിനോട് പറയുന്നു, യഹൂദന്റെ ദേവാലയത്തിന്റെ വാതിൽക്കൽ പോയി നിൽക്കണം. ആരാധിക്കാൻ വരുന്ന എല്ലാ യഹൂദന്മാരോടും യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ എന്നീ വചനം വിളിച്ചു പറയുക. ഇത് വലിയ റിസ്ക് ഉള്ളൊരു കാര്യമാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവർ ദേവാലയം വളരെ ആത്മീയതയുടെ ഒരിടമായി കാണുന്നു. അവർക്കെതിരെ അവരുടെ ഇടയിൽ നിന്ന് ഒരാൾ എണ്ണീറ്റ് ആലയത്തിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് ദൈവം വിളിച്ചു പറയാൻ പറഞ്ഞിരിക്കുന്നത് ശുഭകരമായ ഒരു വാർത്തയല്ല. ദൈവം കൽപ്പിച്ചാൽ അത് അതുപോലെ അരുളി ചെയ്യേണ്ടി വരും. ആലയം അവർ ഏതുവിധം നശിപ്പിച്ചു? അവർ ആദ്യം ദേശം നശിപ്പിച്ചു. എങ്ങനെ? അവർ അന്യ ദൈവങ്ങളെ കൊണ്ടുവന്ന് മൊട്ടക്കുന്നിന്മേലും വൃക്ഷച്ചുവട്ടിലും വെച്ച് ദേശം മുഴുവനും മലിനമാക്കി. ദേശം അന്യ ദൈവത്തെ കൊണ്ടുവച്ച് ആരാധിച്ചു. ഒരിക്കലും നമ്മൾ അനുവദിക്കാതെ അന്ധകാര ശക്തികളോ ദുഷ്ടവ്യാപാരങ്ങളോ നമ്മളിലോ നമ്മളുടെ ഭവനങ്ങളിലോ പ്രവേശിക്കയില്ല. വേഴ്സ് 3. യിരെമ്യാ പ്രവാചകൻ യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കൽ നിന്ന് വാതിലിലൂടെ യഹോവയെ ആരാധിപ്പാൻ കടന്നു വരുന്ന എല്ലാ യഹൂദന്മാരോടും അരുളി ചെയ്തത്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ. ജനങ്ങൾ ആരാധനയ്ക്കായി ദേവാലയത്തിൽ വരുന്നുണ്ട്. പക്ഷേ ആരാധന കഴിഞ്ഞ് തിരിച്ചു പോകുമ്പം അവരുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരവും ഇല്ല. ദൈവം ജനത്തോട് ആവശ്യപ്പെടുന്നു, അവരുടെ വികടമായ വഴിയിൽ നിന്ന് മാറി നേരായ പാതയിൽ നടക്ക. നിങ്ങൾ വിചാരിക്കുന്നു ദേവാലയത്തിൽ പോകുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ ദൈവത്തോടു കൂടെ നടക്കുന്നുവെന്ന്. പക്ഷെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലും സ്വഭാവത്തിലും രൂപാന്തരം വേണം. ജനങ്ങൾ ദൈവത്തെക്കാൾ ഉപരിയായി ദേവാലയത്തെ ഇഷ്ടപ്പെടുന്നു. കാരണം അവർ വിചാരിക്കുന്നു ദേവാലയം അവരെ സംരക്ഷിക്കുമെന്ന്. ഇതൊക്കെ നന്നാക്കിയാൽ ദൈവം നിങ്ങളെ ഈ സ്ഥലത്തെ വസിക്കുമാറാക്കും. വേഴ്സ് 4. They were saying the temple of the Lord repeatedly, but their hearts were far from God. God wants them not to rest in these empty words. യഹൂദന്റെ വലിയൊരു ചിന്തയാണ്, എന്തൊക്കെ വന്നാലും ദൈവം ആലയം സൂക്ഷിക്കും. ചരിത്രം പരിശോധിച്ചാൽ പല യുദ്ധങ്ങൾ നടന്ന സമയത്ത് യഹൂദനെല്ലാം കൂടി ആലയത്തിൽ പോയിരിക്കും. ആലയത്തിൽ പോയിരിക്കുക എന്ന് വെച്ചാൽ അവർ ഓർത്തു ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ആലയം എന്ന് പറയുന്നത് ഒരു ദൈവത്തിന്റെ സങ്കേത സുരക്ഷിത സ്ഥാനമാണ്. അതുകൊണ്ട് ദൈവം ആലയം നശിപ്പിക്കുകയില്ല എന്നവർ കരുതി. അതുകൊണ്ട് എന്തെല്ലാം കുറ്റം ചെയ്താലും അവർ ആ ആലയത്തിൽ പോയി ഒളിച്ചിരിക്കും. ദൈവത്തിൻ്റെ മന്ദിരം മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ മനുഷ്യനെ നന്നാക്കാനുള്ള സ്ഥലം. മന്ദിരം ദൈവം ഉണ്ടാക്കിയത് മനുഷ്യൻ നന്നാകാൻ വേണ്ടിയാണ്. ഇന്ന് മനുഷ്യർ മന്ദിരത്തെ നന്നാക്കാൻ അല്ലെങ്കിൽ നിലനിർത്താൻ തമ്മിൽ കേസും വഴക്കുമായി മന്ദിരം പൂട്ടുക, കോടതി കയറുക എന്നിങ്ങനെ മനുഷ്യൻ അധംപതിക്കുന്നു. ഇതുതന്നെയാണ് അന്നും സംഭവിച്ചത്. വേഴ്സ് 5-7. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നീതിയുള്ളവരായിരിക്കണം, കരുണയുള്ളവരായിരിക്കണം, വിശ്വസ്തയുള്ളവരായിരിക്കണം. യഹൂദയിലുള്ള ജനത്തോടെ പ്രധാനമായി ദൈവത്തെ ആരാധിക്കാൻ ദേവാലയത്തിൽ വന്ന ജനത്തോടെ യിരെമ്യാവ് പറയുന്നു, നിങ്ങൾ പരദേശിയെയും അനാഥനെയും വിധവയെയും പീഡിപ്പിക്കാതെയും കുറ്റമില്ലാത്ത രക്തം ഈ സ്ഥലത്ത് ചിന്നിക്കാതെയും നിങ്ങൾക്ക് ആപത്തിനായി അന്യദേവന്മാരോട് ചെന്നു ചേരാതെയും ഇരിക്കുന്നു എങ്കിൽ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തെ എന്നുവെന്നേക്കും വസിക്കുമാറാക്കും.
ദൈവം പറയുന്നു, ജനങ്ങൾ എന്നെ ആത്മാർത്ഥമായി ദേവാലയത്തിൽ പോയി ആരാധിക്കേണ്ടതിനു പകരം ഒരു കർമ്മം അല്ലെങ്കിൽ യാതൊന്നും ചിന്തിക്കാതെ ഒരു ചടങ്ങായി ദേവാലയത്തിൽ പോകുന്നു. മനുഷ്യർ യഥാർത്ഥമായി ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. വേഴ്സ് 8-10. ഇവിടെ ഇവർ പ്രയോജനമില്ലാത്ത വ്യാജ വാക്കുകളിൽ ആശ്രയിക്കുന്നു. ദൈവം അവരെക്കുറിച്ച് പറയുന്ന കുറ്റം: അവർ മോഷ്ടിക്കുന്നു, കൊല ചെയ്യുന്നു, വ്യഭിചരിക്കുന്നു, കള്ളസത്യം ചെയ്യുന്നു, ബാലിന് ധൂപം കാട്ടുന്നു, അറിയാത്ത ദേവന്മാരോട് ചെന്നു ചേരുന്നു. ഇത്രയൊക്കെ പാപം ചെയ്തിട്ടും പിന്നെ ദൈവത്തിന്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തിൽ ദൈവസന്നിധിയിൽ വന്നാൽ ദൈവം അവരെ സംരക്ഷിക്കും എന്നവർ കരുതി. എന്തെല്ലാം കൊടും പാപം ചെയ്താലും ദേവാലയത്തിൽ വന്നാൽ രക്ഷപ്പെടുമെന്ന് അവർ കരുതി. അവർ ചിന്തിക്കുന്നു ദേവാലയം അവർക്ക് ഒരു ഷീൽഡ് ആയിരിക്കുമെന്ന്. 1 യോഹന്നാൻ 2:1 എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. 1 യോഹന്നാൻ 1:9 പറയുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമ്മുടെ ജീവിതത്തിൽ തെറ്റോ പോരായ്മയോ ഒക്കെ വന്നാൽ അത് അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിച്ചിട്ട് ഒരു നിരപ്പ് പ്രാപിച്ചിട്ട് ആലയത്തിൽ വരിക. ആലയം എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹം പ്രാപിക്കുന്ന സ്ഥലമാണ്. അത് വേണ്ടും വണ്ണം നിലനിർത്തിയാൽ ദേശത്തിന്, കുടുംബത്തിന്, വ്യക്തിക്ക്, തലമുറയ്ക്ക് എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹകരമായിരിക്കും. പക്ഷേ ആലയത്തെ നശിപ്പിച്ചു കളഞ്ഞാൽ നാട് നശിക്കും, ദേശം നശിക്കും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പുതുക്കിപ്പണിത ദേവാലയത്തെ പുകഴ്ത്തി അവർ സംസാരിക്കുമെന്ന് തന്നെ അവർ അന്യ ദൈവങ്ങളെ ആരാധിക്കുകയായിരുന്നു. ദേവാലയം പുതുക്കിപ്പണിയുവാനായി നടത്തിയ ധനശേഖരണത്തിൽ ജനങ്ങൾ ഔദാര്യമായി ദാനധർമ്മങ്ങൾ നൽകി. എന്നിട്ടവർ ചിന്തിച്ചു, ദൈവാനുഗ്രഹം ലഭിക്കാൻ ഇത്രയും ചെയ്താൽ മതിയെന്ന്. ഇന്ന് ഈ കാലത്തും ദൈവം യെരമ്യാ പ്രവാചനത്തിൽ കൂടി നമ്മളോട് സംസാരിക്കുന്നു. എല്ലാം സുഗമമായി നടക്കുമ്പോഴും നാം ദൈവത്തെ മറക്കുകയും ബുദ്ധിമുട്ടും പ്രയാസം വരുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിയുകയും ചെയ്യുന്നു. വേഴ്സ് 11. നൂറ്റാണ്ടുകൾക്കപ്പുറം കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിലെ ദേവാലയം ശുദ്ധീകരിച്ചപ്പോൾ ഉപയോഗിച്ച പ്രസ്താവന ഇതുതന്നെയാണ്: എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു. ഇത് സുവിശേഷങ്ങളിൽ മാത്യു 21:13, മാർക്ക് 11:17, ലൂക്ക് 19:46 കാണാം. യിരെമ്യാവിന്റെ കാലത്തെ ദേവാലയത്തെ കള്ളന്മാരുടെ ഗുഹ എന്ന് വിളിച്ചു. കാരണം ജനങ്ങൾ സഹോദരങ്ങളെ ചൂഷണം ചെയ്യുകയും മോഷ്ടിക്കുകയും കൊല്ലുകയും അന്യദേവന്മാർക്ക് ധൂപം കാട്ടുകയും വ്യാജ വർത്തമാനം പരത്തുകയും ചെയ്തിട്ട് ഭക്തി നിർഭയരായി ദേവാലയത്തിലേക്ക് വരുന്നു. അവരുടെ തൊഴിലിലോ സ്വഭാവത്തിലോ ബന്ധങ്ങളിലോ യാതൊരു വ്യതിയാനവുമില്ല. ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താത്ത യാതൊന്നും ആത്മീക ഉണർവല്ല. വേഴ്സ് 12. ദൈവം ഇവിടെ പറയുന്നു, എന്നാൽ ആദിയിൽ എൻ്റെ നാമം വിളിച്ചിരുന്ന ശീലോവിലുള്ള എൻ്റെ വാസസ്ഥലത്തെ നിങ്ങൾ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനോട് ചെയ്തത് നോക്കുവീൻ. ജോഷുവ 18:1 ഇപ്രകാരം വായിക്കുന്നു: അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ശീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി. ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ ശീലോവിൽ ഏലിയുടെ പുത്രന്മാർ വഷളത്വം പ്രവർത്തിച്ചു. അതുപോലെ ശീലോവിൽ വെച്ച് ഇസ്രായേൽ മക്കൾ സമാഗമന കൂടാരത്തെ ഒരു സമൃദ്ധിയുടെ അടയാളമായി, അതൊരു വിഗ്രഹമായി കണ്ടു. 78-ാം സങ്കീർത്തനം 59-60 വാക്യങ്ങളിൽ നാം കാണുന്നത്: ദൈവം കേട്ട് ക്രുദ്ധിച്ചു, ഇസ്രായേലിനെ ഏറ്റവും വെറുത്തു. ആകയാൽ അവൻ ശീലോവിലെ തിരുനിവാസവും താൻ മനുഷ്യരുടെ ഇടയിൽ അടിച്ചിരുന്ന കൂടാരവും ഉപേക്ഷിച്ചു. ദൈവം അവരുടെ ദുർനടപ്പ് നിമിത്തം അവരെ ശിക്ഷിച്ചു. Verse 13. The passage emphasizes the Israelites' stubborn disobedience
and their rejection of God's warnings leading to their judgment and exile. ജനങ്ങൾ ഒരു പതിവ് പോലെ ആരാധനയ്ക്ക് വരുന്നു. ദൈവത്തിന്റെ പ്രീതി പിടിച്ചു നിൽക്കാൻ അവർ ദേവാലയത്തിൽ വന്ന് ആത്മാർത്ഥമായി ഹൃദയം ദൈവത്തിലില്ലാതെ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നു. ദൈവം പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയും ആരാധനയും വിശ്വസ്തയോടെ അല്ലെങ്കിൽ ഞാൻ കേൾക്കത്തില്ല. അവൻ യഥാർത്ഥമായ അനുതാപത്തിലേക്കും അവർ ദുർമാർഗ്ഗങ്ങളിൽ നിന്നൊഴിഞ്ഞ് ജീവിക്കണം. വേഴ്സ് 14. ജനങ്ങൾ ഒരു പതിവ് പോലെ ആരാധനയ്ക്ക് വരുന്നു. ദൈവത്തിന്റെ പ്രീതി പിടിച്ചു നിൽക്കാൻ അവർ ദേവാലയത്തിൽ വന്ന് ആത്മാർത്ഥമായ ഹൃദയം ദൈവത്തിലല്ലാതെ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നു. ദൈവം പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയും ആരാധനയും വിശ്വസ്തയോടെ അല്ലെങ്കിൽ ഞാൻ കേൾക്കത്തില്ല. അവർ യഥാർത്ഥ അനുതാപത്തിലേക്കും അവർ ദുർമാർഗങ്ങളിൽ നിന്നൊഴിഞ്ഞ് ജീവിക്കണം. വേഴ്സ് 15. ദൈവം യഹൂദയോട് അരുളി ചെയ്യുന്നു, ദൈവം ഇസ്രായേലിനെ ശിക്ഷിച്ചതുപോലെ അവരെയും ശിക്ഷിക്കും. ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താത്ത ഒന്നും ആത്മീയ ഉണർവല്ല. വേഴ്സ് 16. ദൈവത്തിന് ഈ ജനത്തോടുള്ള ഹൃദയഭാരം ഇരമ്യാവിൽ കൂടി ജനത്തെ അറിയിക്കുകയാണ്. ഇരമ്യാവെ, ഈ ജനം എങ്കിലേക്ക് തിരിയുന്നത് വരെ നീ ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല. ദേശം ദൈവത്തിൽ നിന്ന് വളരെ ദൂരെ പോയിരിക്കുന്നു. നീ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥനയും യാത്രയും കഴിച്ചാൽ ഞാൻ നിന്റെ അപേക്ഷ കേൾക്കുകയില്ലെന്ന് ദൈവം ഇരമ്യാവോട് പറഞ്ഞു. എന്നാൽ ആർക്കു വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നാം പ്രത്യേകം ദൈവഹിതം അറിഞ്ഞിട്ട് വേണം പ്രാർത്ഥിക്കാൻ. വേഴ്സ് 17. This verse refers to the Israelites' adultery and ungodly practices in the cities of Judah and Jerusalem. Verse 18. ഇവരുടെ പ്രവൃത്തികൾ മൂലം യിരെമ്യാവിന് കോപം വന്നു. അവർ ആകാശരാജ്ഞി ഓർ ക്യൂൻ ഓഫ് ഹെവനെ പ്രസാദിപ്പിക്കാൻ എല്ലാ കുടുംബാംഗങ്ങളോടും ചേർന്ന് നിന്നു പ്രവർത്തിക്കുന്നു. അവർ ആകാശരാജ്ഞിക്ക് അപ്പം ചുടേണ്ടതിനും അന്യദേവന്മാർക്ക് പാനീയബലി പകരേണ്ടതിനും മക്കൾ വിറക് പറക്കുന്നു, അപ്പന്മാർ തീ കത്തിക്കുന്നു, സ്ത്രീകൾ മാവ് കുഴയ്ക്കുന്നു. Verse 19. This verse suggests that their sins, specifically their adultery and neglect of the covenant, and self-destructive and lead to their own punishment. They are ultimately hurting themselves, not God. Verse 20. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദൈവകോപവും ദൈവക്രോധവും ഈ സ്ഥലത്തെ മനുഷ്യന്റെ മേലും മൃഗത്തിന്മേലും പറമ്പിന്മേലും വൃക്ഷങ്ങളിന്മേലും നിലത്തിലെ വിളവിന്മേലും വരും. അതൊക്കെ നശിക്കും. ദൈവത്തിന്റെ ഉഗ്രകോപം കെട്ടുപോകാതെ ജ്വലിച്ചുകൊണ്ടിരിക്കും. വേഴ്സ് 21-23. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ യഹോവയെ ആത്മാർത്ഥമായി ആരാധിക്കുന്നത് വിട്ടുകളഞ്ഞിരിക്കുന്നു. അവരവരുടെ ഹന്യയാഗങ്ങളും ഭോജനയാഗങ്ങളും എത്ര തന്നെ വർദ്ധിപ്പിച്ചാലും അത് അവർക്ക് പ്രയോജനകരമായി വരികയില്ലെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ദൈവം അവരുടെ യാഗത്തിൽ പ്രസാദിക്കുന്നില്ല. അവർ കുറെ കൂടി മാംസം തിന്നുവാൻ വേണ്ടി യാഗങ്ങൾ അർപ്പിക്കുന്നു. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഈ ഹോമയാഗവും ഹന്യയാഗത്തെയും കുറിച്ച് നിയമമില്ല. ദൈവം പറയുന്നു, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിപ്പീൻ, എൻ്റെ വഴികളിൽ നടപ്പീൻ. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പീൻ. നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തതാണ്. നിങ്ങളെ എൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നിങ്ങൾ എൻ്റെ മക്കളും ഞാൻ നിങ്ങളുടെ ദൈവവുമാകുന്നു. പിന്നെ ഈ നിയമങ്ങളും കൽപ്പനയും എപ്പം വന്നു? The verse suggests that disobedience is more important than more religious rituals or offerings. Verse 24. ഇസ്രായേൽ മക്കളുടെ കാലം മുതൽ നാം നോക്കിയാൽ ദൈവം അവർക്ക് കൊടുത്ത 10 കൽപ്പനകൾ അവർ നിഷേധിച്ച് ദൈവത്തോടുള്ള വിശ്വസ്ത വിട്ടുകളഞ്ഞ് ദൈവത്തോട് മറുതലിച്ച് ദുഷ്ടഹൃദയമുള്ളവരായി ജീവിച്ചു. ദൈവത്തോട് ചേർന്ന് ജീവിതയാത്ര മുന്നോട്ട് പോകേണ്ടതിന് പകരം അവർ ദൈവത്തെ മറന്ന് മുമ്പോട്ടല്ല പുറകോട്ട് തന്നെ പോയി കളഞ്ഞ് അവരുടെ ജീവിതം അധംപതനത്തിലാക്കി. വേഴ്സ് 25. മോശയുടെ കാലം മുതൽ ദൈവം പ്രവാചകന്മാരെയും ദൈവത്തിന്റെ ദാസന്മാരെയും
അധികാലത്തും ഇടവിടാതെയും അവരുടെ അടുക്കൽ അയച്ചു. പക്ഷെങ്കിൽ അവർ അവരുടെ വാക്ക് കേൾക്കാൻ കൂട്ടാക്കിയില്ല. വേഴ്സ് 26 and 27. യിരെമ്യാവ് ജനത്തിന് താക്കീത് കൊടുത്തപ്പോൾ ഞങ്ങൾ ഇനിയും ദൈവത്തെ അനുസരിക്കുമെന്ന് പറയുന്ന ആരും തന്നെ യിരെമ്യാവിനെ ശ്രദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവന്റെ ദൂത് ആരും ശ്രദ്ധിച്ചില്ല. അവർ ദുശ്ശാഠ്യം കാട്ടി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തു. ജനങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ദൂതറിയിക്കുക എന്നുള്ളത് യിരെമ്യാവിന്റെ ഉത്തരവാദിത്വമാണ്. വേഴ്സ് 28. This verse emphasized that even after being taught and warned, the people remained unresponsive and did not accept guidance, correction, or the wisdom offered. They were no longer truthful and sincerity was absent. Verse 29. യെരുശലേമിന്റെ മേൽ വലിയ ന്യായവിധി വരാൻ പോകുന്നുവെന്ന് യിരെമ്യാവിൽ കൂടി ദൈവം ജനത്തോട് അറിയിക്കുന്നു. കാരണം മൊട്ടക്കുന്നുകളിലുള്ള പരസംഗവും അവരുടെ അനുസരണക്കേടും മൂലം ദൈവം പറയുന്നു, അവരുടെ തലമുടി കത്തിരിച്ച് എറിഞ്ഞു കളക. തലമുടി കത്തിരിക്കുന്നത് ജീവിതത്തിൽ സങ്കടകവും അതികഠിനമായ വിലാപവും വരുന്ന സമയത്താണ്. സംഖ്യാപുസ്തകം 6 അധ്യായം 5 വാക്യം. നാസിർ വ്രതകാലത്തൊക്കെയും ക്ഷൗര കത്തി അവന്റെ തലയിൽ തൊടരുത്. യിരെമ്യാവ് ജനത്തോട് പറയുന്നു, നിങ്ങളൊരു വലിയ വിലാപം കഴിക്കണം. ദൈവം അവരെ സംബോധന ചെയ്യുന്നത് ക്രോധത്തിന്റെ സന്തതിയെ എന്നാണ്. വേഴ്സ് 30. യഹൂദാപുത്രന്മാർ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് എന്നെ കോപിപ്പിച്ചിരിക്കുന്നു. അവർ വഷളത്വം ചെയ്ത് മഹാപാപം ചെയ്ത് അന്യദൈവങ്ങളെയും മിഥ്യാമൂർത്തികളെയും ആരാധിച്ച് സംതൃപ്തി അടയുന്നു. ദൈവത്തിന്റെ വിശുദ്ധ ആലയത്തിൽ അവർ തങ്ങളുടെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച് മലിനമാക്കി പൂജകൾ അർപ്പിക്കുന്നു. വേഴ്സ് 31. മോലേക്ക് ദേവന്റെ ചുട്ടുപഴുപ്പിച്ച പിത്തള കൈകളിലേക്ക് പുത്രന്മാരെയും പുത്രിമാരെയും വെച്ച് ബലികൾ അർപ്പിച്ചിരുന്ന ഹിന്നോം താഴ്വരയിലെ ഏറ്റവും ഉയർന്ന സ്ഥലമായിരുന്നു തോഫത്ത്. അവിടെ അവർ പൂജാഗിരികളെ പണിത് കുഞ്ഞുങ്ങളെ ബലി അർപ്പിക്കുന്നു. ദൈവം പറയുന്നു, ഇത് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടില്ല, എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുമില്ല. ലേവ്യ പുസ്തകം 20:2 പറയുന്നു, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, ഇസ്രായേൽ മക്കളിലോ ഇസ്രായേൽ വന്നു പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും തൻ്റെ സന്തതിയിൽ ഒന്നിനെ മോലോക്കിനെ കൊടുത്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. ദേശത്തിലെ ജനം അവനെ കല്ലെറിയണം. വേഴ്സ് 32. യഹോവ അരുളി ചെയ്യുന്നു, അതുകൊണ്ട് ഇനി അതിനെ തോഫത്ത് എന്നും ബെൻഹിനോം താഴ്വര എന്നും പേര് പറയാതെ കുലത്താഴ്വര എന്ന് പേർ വിളിക്കുന്ന കാലം വരും. വേറെ സ്ഥലം ഇല്ലായികൊണ്ട് അവർ തോഫത്തിൽ ശവം അടക്കും. വേഴ്സ് 33. ജനത്തിന്റെ ശവങ്ങൾ കുന്നുകൂടി കിടക്കുന്നു. അതിൽ അടക്കാത്ത ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ കാട്ടുമൃഗങ്ങൾക്കും ഇരയായിത്തീരും. പക്ഷേ പക്ഷികൾ ശവം കൊത്തിപ്പറിക്കുമ്പം ആരും അവയെ ശല്യം ചെയ്യാറില്ല. വേഴ്സ് 34. അന്ന് ഞാൻ യഹൂദ പട്ടണങ്ങളിൽ നിന്നും യെരുശലേമിന്റെ വീഥികളിൽ നിന്നും ആനന്ദഘോഷത്തിനും സന്തോഷധ്വനിക്കും അറുതി വെക്കും. മണവാളിൻ്റെയും മണവാട്ടിയുടെയും ശബ്ദം നീക്കിക്കളയും. വിവാഹ ചടങ്ങ് ഉണ്ടായിരിക്കത്തില്ല. മാരേജ് സെലിബ്രേഷൻ വേർ എ സിംബൽ ഓഫ് പ്രോസ്പെരിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി ഇൻ ജൂയിഷ് കൾച്ചർ. So the silencing of these voices represents the end of future generations. യാതൊരു ശുഭപ്രതീക്ഷയുമില്ലാതെ ദേശം ശൂന്യമായി കിടക്കും. കാരണം ദൈവത്തെ മറന്ന് ദേശം അധംപതനത്തിലേക്ക് പോയി. രാജ്യത്തുള്ള സന്തോഷം, സമൃദ്ധി, ഉയർച്ച, സമാധാനം ഇവ നഷ്ടപ്പെട്ടു. രാജ്യം ശൂന്യമായി പോയി. ദൈവത്തിൽ നകന്നുപോയി അനന്തരഫലങ്ങളായ നാശത്തിലേക്ക് ജീവിതം നയിക്കാതെ ദൈവത്തോട് ചേർന്ന് ദൈവകൃപയിൽ ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.